ഒരു
ഒന്ന് പറഞ്ഞേക്കോ കേരളമാണ് കേരളമാണ് ഇടതു ഭരിക്കാം കേരളമാണ് ഓഴവാങ്ങം പ്രതിപക്ഷം ഓഴവാങ്ങം പ്രതിപക്ഷം നാളക്കേട് സ്ഥലത്തെ അട്ടിമറിക്കും ഓഴവാങ്ങിയ പ്രതിപക്ഷം വിപക്ഷത്തിൻ നേതാവേ നിന്റെ പോക്കെങ്കിൽ നടക്കില്ലോ അറിയാമോ ഞങ്ങൾ പറയില്ലോ ഞങ്ങൾക്കറിയാമെങ്കിൽ നടപ്പിലാക്കാൻ ഞങ്ങൾക്കറിയാം ഓഴവാങ്ങിയ
നിങ്ങൾക്കെതിരെ ഉയരുന്നു. നിങ്ങൾക്കെതിരെ ഉയരുന്നു. ജനരോഷം പ്രതിഷേധം. ജനരോഷം പ്രതിഷേധം. ഇൻക്ലാബ് സിന്ദാബാദ്. ഡിവൈഎഫ്ഐ സിന്ദാബാദ്. പ്രതിഷേധം. അഴിക്കത്തി പടരട്ടെ. സതീശാത്തമ്മാരെ ഓഴ വാങ്ങിയ ചെമ്മാരെ അട്ടിമറിക്കൂ. പ്രതിപക്ഷത്തിൻ നേതാവേ കാട്ടുകള്ള. ആഴമില്ലേ നിങ്ങൾക്ക്. വികസനത്തെ അട്ടിമറിക്കൂ. കോൺഗ്രസിന്റെ നേതാവോ ലജ്ജിക്കുന്നു. കേരളം ഇന്ന് ലജ്ജിക്കുന്നു. കോൺഗ്രസേ നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു. കേരളമാകെ ലജ്ജിക്കുന്നു. അമ്മമ്മേ നാണക്കേട്. ഗതികേട്. സതീശാത്തമ്മാരെ വികസനത്തെ അട്ടിമറിക്കും. പദ്ധതി അട്ടിമറിക്കുന്നതിന് കോൺഗ്രസിന്റെ നേതാവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള വി ഡി സതീശൻ 150 കോടി രൂപ കോഴ ഇനത്തിൽ ആ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി കൈപ്പറ്റിയെന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ. സ്വാഭാവികമായും ഇതിനെതിരായി ശക്തിമത്തായ പ്രതിഷേധമാണ് കേരളത്തിലെമ്പാടും ഡിവൈഎഫ്ഐ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചത്. ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം പെട്ടെന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ പ്രതിഷേധ മാർച്ചിൽ സ്വാഗതം ആശംസിക്കാൻ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ ഷിജു ഖാനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ സഖാവ് പി അനൂപ്, ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ്, ഡിവൈഎഫ്ഐയുടെ സമുന്നത നേതാക്കന്മാരായ സഖാക്കൾ കെ റഫീഖ്, ഷൈജു, സഖാവ് ശ്യാമ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ടവരെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന് ആധാരമായ കാര്യങ്ങൾ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ കേരളത്തിൽ വരരുതെന്നാഗ്രഹിക്കുന്ന ഗൂഢശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നും അങ്ങനെ അതിന് നേതൃത്വം കൊടുക്കുന്നതിന് ഏതാണ്ട് 150 കോടി രൂപ കോഴപ്പണ ഇടപാട് നടത്തിയിരിക്കുന്നു എന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ എക്കാലത്തും ഈ കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഗൂഢശക്തികളുടെ കയ്യിലെ ആയുധമായി മാറി 150 കോടി രൂപയ്ക്ക് കേരളത്തിന്റെ വികസനത്തെ, കേരളത്തിലെ ഭാവി തലമുറയുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ ഉതകുമായിരുന്ന കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ, ഈ പിറന്ന നാടിന്റെ വികസനത്തെ അട്ടിമറിക്കാനാണ് കോഴ ഇടപാടിന്
വി.ഡി. സതീശൻ നേതൃത്വം നൽകിയത് എന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേരളത്തിലാകമാനം ഉയർന്നു വരാൻ പോകുന്ന ശക്തമായ പ്രതിഷേധത്തിനാണ് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുന്നത്. ഡിവൈഎഫ്ഐ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സഖാവ് അനൂപാണ്. സഖാവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി.കെ. സനോജാണ്. സഖാവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കന്മാരായ സഖാക്കൾ കെ. റഫീഖിനെയും സഖാവ് ഷൈജുവിനെയും ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐ നേതാക്കന്മാരായ സഖാക്കൾ ശ്യാമ, സഖാവ് വിനീഷ്, സഖാവ് നിതിൻ, സഖാവ് ലിജു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. മുഴുവൻ സഖാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ഏറെ പ്രിയങ്കരനായ ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വി.കെ. സനോജിനെ ഏറെ സ്നേഹിക്കുന്നു. ഈ പ്രതിഷേധ യോഗത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് അനൂപ്, സഖാവ് ഷിജുഖാനും റഫീഖും ഷൈജുവും ശ്യാമയും ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ വികസന കുതിപ്പിന് ഏറ്റവും പ്രധാന ഇന്ധനമായി മാറുമായിരുന്ന ഒരു പദ്ധതിയെയാണ് ഈ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. ഗവൺമെന്റ് എല്ലാം കൂടി ചേർന്ന് അതിന്റെ അനുവാദം ഉൾപ്പെടെ തടസ്സപ്പെടുത്തി വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരളയിൽ മുന്നോട്ട് വെച്ച ഈ സിൽവർ ലൈൻ പാത അത് ലോകത്താദ്യമായി അവതരിപ്പിക്കുന്ന സ്ഥലം കേരളമല്ല. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അത് നടപ്പാക്കി വിജയിച്ച അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇനി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അത് ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനമായാലും കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനമായാലും അവിടെയെല്ലാം ഇത്തരം പദ്ധതികളുമായി അവിടെയുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അവിടെയൊന്നും ഒരു സമരവും ഇല്ല. അവിടുത്തെ കോൺഗ്രസ് സമരം ചെയ്യുന്നില്ല. ആ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. സമരം ചെയ്യുന്നില്ല. പക്ഷേ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ സിൽവർ ലൈൻ പാത ഞങ്ങൾ അനുവദിക്കില്ല എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വി.ഡി. സതീശനും ഇവിടെയുള്ള മറ്റ് ചില തൽപര കക്ഷികളും പ്രകടിപ്പിക്കുന്നത്? അതിന് പിന്നിൽ കൃത്യമായ ചില താല്പര്യങ്ങളുണ്ട്. ഡിവൈഎഫ്ഐ ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇവിടെ കേരളയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പാത എന്നത് കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് 4.5 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ഒരു പാത മാത്രമല്ല. അത് കേരളത്തിന്റെ വികസന കുതിപ്പിന്, കേരളത്തിന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി, നവകേരളത്തിന്റെ മുന്നോട്ടു പോക്കിന് ഏറ്റവും സഹായകരമായ ഒരു പദ്ധതിയായിട്ടാണ് അത് വിഭാവനം ചെയ്യപ്പെട്ടത്. അപ്പൊ എന്താ കാര്യം? ഇവിടെയുള്ള ഈ പാവപ്പെട്ട ജനങ്ങളോട് ഈ പ്രതിപക്ഷ നേതാവും സംഘവും ചോദിക്കുകയാണ്, ആർക്കാണ് ഇത്ര ധൃതി എന്നാ ചോദിക്കുന്നത്? ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ആർക്ക് വേണ്ടിയായി ഈ ചോദ്യം ഉന്നയിച്ചത്? ഈ ചോദ്യം ഉന്നയിച്ചത് കർണാടകയിലും അതിനപ്പുറത്തെല്ലാമുള്ള ചില കോർപ്പറേറ്റ് ശക്തികളുടെ ലോബിങ്ങിന് ഭാഗമായിട്ടാണ്, ചില കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടിയിട്ടാണ്. എന്താ കാര്യം? കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നാൽ, കേരളത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളം IT രംഗത്ത് കുതിച്ചു ചാട്ടമുണ്ടാക്കും. അപ്പൊ ഈ കർണാടകയിൽ പ്രത്യേകിച്ച് IT പാർക്കെല്ലാം കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ, അതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ നടത്തിയിട്ടുള്ള ആളുകൾ, അവർക്കതൊരു ബുദ്ധിമുട്ടാവും. ഇപ്പൊ കേരളം എല്ലാ കാലത്തും കർണാടകയെ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ഈ ഉദ്യോഗാർത്ഥികളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലന്വേഷിച്ച് പോവേണ്ട ഒരു സ്ഥലമായി തന്നെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം, നിലനിർത്തേണ്ട ആവശ്യം ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കാണ്, ഈ കോർപ്പറേറ്റ് ശക്തികൾക്കാണ്. അപ്പോ കേരളത്തിൽ കേരളയിൽ
ആ പദ്ധതി നടപ്പായി കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാവും. അതുണ്ടാവാൻ പാടില്ല. ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, അവരുടെ താല്പര്യത്തിന് വേണ്ടി അവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത ഗുണ്ടാ നേതാവായി ഈ വി ഡി സതീശൻ അധപ്പതിച്ചിരിക്കുന്നു. എന്തൊരു അപമാനമാണ്, എന്തൊരു അപമാനമാണ്. 150 കോടിക്ക് ഡീൽ ഉറപ്പിച്ചു എന്നാണ് ഇന്ന് വന്ന പുതിയൊരു വെളിപ്പെടുത്തൽ. ഇതൊന്നും ഇവിടെ മാത്രം അവസാനിക്കുന്ന കാര്യമല്ല. കാരണം ഈ വി ഡി സതീശനെ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കോഴ കൊടുത്തു വാങ്ങിയതാ. ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ഒതുക്കാൻ വേണ്ടി കേന്ദ്ര നേതാക്കൾക്ക് പലതും കൊടുത്തിട്ടാണ് ഈ വി ഡി സതീശൻ ഇതെല്ലാം സംഘടിപ്പിച്ചത് എന്ന് കോൺഗ്രസുകാർ തന്നെ ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതുകൊണ്ട് വി ഡി സതീശൻ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നിങ്ങൾ നോക്ക്, ഈ കേരളത്തിന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി കേരള സംസ്ഥാനം ഒരു നോളജ് എക്കണോമിയിലേക്ക് പോകുന്നു, ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകുന്നു. അതിനെ തടസ്സപ്പെടുത്താനല്ലേ ശ്രമിച്ചത്? ഇവിടെ അറിവിനെ തന്നെ മൂലധനമാക്കി മാറ്റാൻ, അറിവിനെ ഉപയോഗപ്പെടുത്തിയിട്ട് കേരളത്തിന്റെ പുരോഗതിക്ക് ആധാരമായിട്ടുള്ള വിവിധ പദ്ധതികൾ ഉണ്ടാക്കാൻ വലിയ ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ തടയിടണം. ആർക്കാ അതുകൊണ്ട് മെച്ചം? നഷ്ടമാർക്ക? നഷ്ടം ഈ നാട്ടിലെ, ഈ സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികൾക്കാണ്, ഈ സംസ്ഥാനത്തെ യുവജനങ്ങൾക്കാണ്. നാണമില്ലാതെ പറയുന്നു കേരളയിലും വേണ്ട, വന്ദേ ഭാരത് വന്നാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്ന് ഇവിടെ പ്രചരിപ്പിക്കുന്നു. ആരാ പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത്? വി ഡി സതീശൻ. വന്ദേ ഭാരത് വന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ? ഇന്നലെയും പരശുരാം എക്സ്പ്രസിൽ ഒരു പെൺകുട്ടി ബോധരഹിതയായി വീണു, ആശുപത്രി പ്രവേശിപ്പിക്കപ്പെട്ടു. എല്ലാ ദിവസവും ഇപ്പോ ട്രെയിനിൽ തിക്കും തിരക്കും കാരണം ആളുകൾ ബോധം കെട്ട് വീഴുകയാ. കേരളത്തിൽ നിലവിൽ റെയിൽവേ ട്രാക്കിന്റെ 130% ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ട്രാക്ക് കപ്പാസിറ്റി അതില്ല. ഇനി വന്ദേ ഭാരതല്ല, അതിനപ്പുറത്തെ വേഗതയുള്ള ട്രെയിൻ വന്നു കഴിഞ്ഞാലും ട്രാക്കില്ലാതെ എങ്ങനെ ട്രെയിൻ ഓടിക്കാൻ കഴിയും? ഈ പ്രശ്നത്തെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. അപ്പോ റെയിൽവേ ട്രാക്കിന്റെ അതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, ട്രാക്ക് ഇലക്ട്രിഫിക്കൽ വേണം, അതിന്റെ വളവുതിരിവ് നിൽക്കുന്ന പദ്ധതി വേണം. അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ഉണ്ടോ? പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ട വിഷയമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയും പ്രഖ്യാപിക്കുന്നില്ല. ഓരോ ബജറ്റിന്റെ ഘട്ടത്തിലും നിലവിലുള്ള കാര്യങ്ങൾ പോലും നല്ലതുപോലെ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പണം ഇങ്ങോട്ട് കൊടുക്കുന്നില്ല. കേരളത്തിൽ കൂടി ഓടുന്ന ട്രെയിനിലെ ബോഗിയുടെയൊക്കെ അവസ്ഥ പരമദയനീയമാണ്. ഉത്തരേന്ത്യയിലൊക്കെ ഓടി തഴമ്പിച്ച ബോഗികൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു വൃത്തിയുമില്ല, സൗകര്യമില്ല. ഇവിടെ സാധാരണ സ്ലീപ്പർ കോച്ചുകൾ വെട്ടിച്ചുരുക്കിയിട്ട് തേടേസിയാക്കുകയാണ്. ഇങ്ങനെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കേരളത്തോട് പകപോക്കൽ സമീപനം സ്വീകരിക്കുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും കണ്ട ഭാവമില്ല. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കട്ടെ എന്ന മാനസികാവസ്ഥയിലാണ് പ്രതിപക്ഷ നേതാവ് പെരുമാറുന്നത്. ഇപ്പൊ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ലോകത്താകെ മാതൃകയായ നിലയിൽ പല സ്ഥലത്തുമുള്ള ഈ പദ്ധതി കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തി ഈ വി ഡി സതീശനും കോൺഗ്രസും. കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം, കേരളത്തിലെ ചെറുപ്പക്കാരോട് മാപ്പ് പറയണം. അതുകൊണ്ട് കേരളത്തിന്റെ തൊഴിൽ സ്വപ്നങ്ങൾ അത് കൂടുതൽ കരുത്തു പകരുന്ന രൂപത്തിലേക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. അതിനെയാ തകർത്ത് കളയാൻ ശ്രമിച്ചത്. കേരളയിൽ പദ്ധതി മാത്രമല്ല, K-ഫോൺ വേണ്ട എന്ന് പറയുന്നു. ഇവിടെ ദേശീയപാത വികസനം കേരളത്തിൽ വേണ്ട എന്ന് പറയുന്നു. ദേശീയപാത വികസനം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് സമരം നടത്തിയില്ലേ? അതിനും കോഴ വാങ്ങിയിട്ടുണ്ടാവും. കാരണം കേരളത്തിൽ ഒന്നും നടക്കരുത്, കേരളത്തിൽ ഒരു വികസനവും നടക്കരുത് എന്നതാണ് സതീശന്റെ താല്പര്യം. ഞങ്ങൾക്ക് ഭരണം കിട്ടിയിട്ടില്ല, എന്നാൽ പിന്നെ നിങ്ങൾ ഭരിച്ചിട്ട് ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് അടുത്ത ഭരണവും നിങ്ങൾ നേടേണ്ടതില്ല, അതുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ തടസ്സം നിൽക്കും എന്നല്ലേ അവരുടെ സമീപനം? ഇത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഈ പ്രതിപക്ഷ നേതാവിനെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്തം ഡിവൈഎഫ്ഐക്കുണ്ട്. സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ അത്തരം പരിപാടികൾ ഏറ്റെടുക്കും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കോഴ വാങ്ങുക,
ചരിത്രം പരിശോധിച്ചാൽ ഇതിനു മുന്നേയും ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1957 പ്രഥമ EMSന്റെ മന്ത്രിസഭയെ അട്ടിമറിക്കാൻ അന്ന് CIAയുടെ സഹായം തേടി, CIAയുടെ ഫണ്ട് ഒഴുക്കി. ഇന്നിതാ കേരളത്തിന്റെ ഈ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വമ്പൻ കോർപ്പറേറ്റുകളുടെ, ഇതര സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകളുടെ പണം വാങ്ങി ഇവിടെ സമരം നടത്തുന്നു. ഇത് സാധാരണ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വലിയ മാന്യനായി ചമഞ്ഞ് ഞാനിതാ വലിയ പരിസ്ഥിതി സംരക്ഷകനാണ് എന്ന് അവകാശപ്പെട്ട് വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഇവിടെ എന്താണ് അതിന് പിന്നിലുള്ള അജണ്ട എന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നാട്ടുകാരെ, ഈ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ഏറ്റവും കൃത്യമാർന്ന പ്രതിഷേധം നമുക്ക് ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിന്റെ വികസനത്തെ അട്ടിമറിക്കുന്ന, കേരളത്തിന്റെ മുന്നോട്ടുപോക്കിന്റെ അതിന്റെ വേഗതയെ ഇല്ലാതാക്കുന്ന ഈ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള പോരാട്ടം, ഈ പ്രതിപക്ഷ നേതാവിനെ തുറന്നു കാട്ടാൻ ആവശ്യമായ പ്രതിഷേധങ്ങൾ കേരളത്തിലുടനീളം സംഘടിപ്പിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ഷൈജുവിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സമരസഖാക്കളെ, സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു മാർച്ച് സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളമെന്ന് ഏത് വികസിത രാജ്യങ്ങൾക്കും സമാനമാകുന്ന രൂപത്തിൽ വ്യത്യസ്ത മേഖലക്കകത്ത് വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ രംഗത്തും ശുചിത്വത്തിന്റെ കാര്യത്തിലും ഏത് സമ്പന്ന രാജ്യങ്ങളോടും കടപിടിക്കാൻ പറ്റാവുന്ന രൂപത്തിലേക്ക് കേരളീയ സമൂഹം മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിനകത്ത് മൂലധന നിക്ഷേപം വരുന്നില്ല എന്നുള്ളത് എക്കാലത്തെയും വലിയ ചർച്ചകളിലൊന്നാണ്. അതിനേത് രൂപത്തിലേക്ക് പരിഹാരം കാണാമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പുതിയ സർക്കാരിന്റെയും തീരുമാനത്തിന്റെ ഭാഗമായാണ് അടിസ്ഥാന സൗകര്യം കേരളീയ സമൂഹത്തിനകത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി കേരളം ഏറെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത പ്രശ്നമാണ് യാത്രാ പ്രശ്നമെന്നത്. അതിനുവേണ്ടിയാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ മുന്നോട്ടേക്ക് വെച്ചത്. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ദേശീയപാതയും മലയോര ഹൈവേയും ജലപാതയും ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുമെല്ലാം കേരളം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. എന്നാൽ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ കേരളത്തിനകത്ത് എക്കാലത്തും മാതൃകയാവുന്ന രൂപത്തിലേക്കുള്ള ഒരു വികസന പ്രവർത്തനവും യാഥാർത്ഥ്യമാകരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല, ഇവിടെ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് കോഴ വാങ്ങിയതിന്റെ അനുഭവങ്ങൾ ഈ കേരളീയ സമൂഹത്തിനകത്ത് നാം കാണുകയാണ്. ഇവിടെ ലോകത്തിനു മുമ്പാകെ കേരളം നാണം കെട്ടുപോകുന്ന അനുഭവങ്ങളാണ് ഇന്നത്തെ അഴിമതി കഥയുമായി ബന്ധപ്പെട്ട് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പാർലമെന്റിനകത്ത് കോൺഗ്രസിന്റെ എംപിമാർ ഈ കേരളത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിനു വേണ്ടി തടസ്സം നിൽക്കുന്ന രൂപത്തിലേക്കുള്ള വാദം ഉന്നയിക്കുമ്പോൾ തന്നെ BJPയുമായി കൂട്ടുചേർന്നുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷം കേരളത്തിന്റെ സമഗ്രമായ മുന്നേറ്റത്തിന് വലിയ തടസ്സമായി നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിന്റെ പൊതുമുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന് ഈ നാടിന്റെ വികസനത്തെ സ്വപ്നം കാണുന്ന എല്ലാ ജനവിഭാഗം ആളുകളുടെയും പിന്തുണ ഡിവൈഎഫ്ഐക്കുണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ സമരസഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രതിഷേധം
ആളിക്കത്തിപ്പടരട്ടെ ആളിക്കത്തിപ്പടരട്ടെ വികസനത്തെ അട്ടിമറിക്കും പ്രതിപക്ഷത്തിൻ നേതാവ് ആട്ടുകള്ള വീട് സതീശോ പ്രതിഷേധമിരമ്പട്ടെ വികസനത്തെ അട്ടിമറിക്കും പ്രതിപക്ഷത്തിൻ നേതാവ് ആട്ടുകള്ള വീട് സതീശോ സൂക്ഷിച്ചോ വികസനത്തെ അട്ടിമറിക്കും പ്രതിപക്ഷത്തിൻ നേതാവ് ആട്ടുകള്ള വീട് സതീശോ ഒന്ന് പറഞ്ഞേക്കാം കേരളമാണ് ഒത്തുകളിച്ചോ സൂക്ഷിച്ചോ ഇത് ഭരിക്കും കേരളമാണ് വികസനത്തെ അട്ടിമറിക്കും പ്രതിപക്ഷത്തിൻ നേതാവ് നാണമില്ലേ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ നേതാവ് ആട്ടുകള്ള വീട് സതീശോ ലജ്ജിക്കുന്നു കേരളമാകെ ലജ്ജിക്കുന്നു നിങ്ങളെയോർത്ത് കള്ളന്മാരും കൊള്ളക്കാരും കള്ളൻ തമ്മെ കരിവച്ചവരും കോൺഗ്രസിന്റെ നേതാവോ ബോംബെ നാടക്കേട് കള്ളന്മാരും കൊള്ളക്കാരും കോൺഗ്രസിന്റെ നേതാവോ ബോംബെ നാടക്കേട് ഗതികേട് ഇതിൽ LS അടക്കമുള്ള ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അടക്കമുള്ള സഖാക്കൾ ഈ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഈ മാർച്ചിൽ നന്ദി പറയാൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറർ ശ്യാമയോട് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് തുരങ്കം വെച്ചുകൊണ്ട് കേരളത്തിലെ യുവാക്കൾക്കടക്കം കേരളയിൽ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇതര സംസ്ഥാനത്ത് നിന്ന് 150 കോടി രൂപ കോഴ വാങ്ങിച്ചുകൊണ്ട് കേരള ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് 150 രൂപ കോഴ വാങ്ങിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഇവിടെ പല സമരങ്ങളും സംഘടിപ്പിക്കുന്നത്. കേരള പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് നടക്കുന്ന ഈ കോഴ വാങ്ങലുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം കേരള സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തതിന് പ്രകാരമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷത വഹിച്ചത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സഖാവ് അനൂപാണ്. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് കേരളത്തിലെ യുവജനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് VK സരോജ്, ഈ പ്രതിഷേധ മാർച്ചിൽ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച സഖാക്കൾ റഫീഖ്, സഖാവ് ഷൈജു, ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം നിതിൻ, വിനീഷ്, ലിജു അടക്കം മുഴുവൻ സഖാക്കൾ തിരുവനന്തപുരം ജില്ലാ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
നാളെ എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധ മാർച്ചും ധർണയും ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.